GD എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കെമിസ്ട്രി ചാപ്റ്റർ 2-ലെ SLC എക്സാമിനേഷൻ 2021 ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ പലരും നമ്മളെ എല്ലാ വർഷങ്ങളിലും മുൻ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇടുന്നത് കെമിസ്ട്രിക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. ചില വീഡിയോകളൊക്കെ 1000 വ്യൂസിന്റെ മുകളിൽ കയറി സന്തോഷം, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന അറിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ SLC പരീക്ഷ എഴുതുന്ന കുട്ടികളിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഇന്ന് കെമിസ്ട്രി രണ്ടാമത്തെ ചാപ്റ്ററിൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 1 gram atomic mass GAM of any element contains. അപ്പോൾ ഒരു GAM-ൽ എത്ര ആറ്റം ഉണ്ടാവുന്നു? അപ്പോൾ നമ്മൾ GAM 1 gram atomic mass എലമെന്റിൽ എത്ര ആറ്റം ഉണ്ടാവുന്നുള്ളതിന്റെ ആൻസർ ആണ് 6.022 × 10⁻23. ഇതാണ് അവഗാഡ്രോ നമ്പർ എന്നൊക്കെ പറയുന്നത് ഈ നമ്പറാണ്. അപ്പോൾ GAM-ൽ 6.022 × 10⁻23 മോളിക്യൂൾ ആറ്റംസ് ഉണ്ടാവും. ഇനി GMM 1 gram molecular mass-ൽ 6.022 × 10⁻23 molecules ആണ് ഉണ്ടാവുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. The carbon dioxide gas kept at STP has volume 112 liter. 112 ലിറ്റർ ആണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന്റെ STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലെ വോളിയം എന്ന് പറയുന്നത്. ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ മാസ് 44 ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. എത്ര കാർബൺ ഡയോക്സൈഡിന്റെ മോൾസ് ഉണ്ടാവും 112 ലിറ്റർ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു മോള് എനി ഗ്യാസ് അറ്റ് STP എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. ഒരു മോൾ കാർബൺ ഡയോക്സൈഡ് STP-യിൽ എത്ര ഉണ്ടാവും? 22.4 ലിറ്റർ ഉണ്ടാവും. അങ്ങനെ നമുക്ക് എത്രയാണുള്ളത്? 112 ലിറ്റർ ആണ് നമ്മുടെ വോളിയം ഉള്ളത്. 112/22.4. അപ്പൊ നമുക്ക് ആൻസർ 5 മോൾസ് കിട്ടും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റർ, ദാറ്റ് ഈസ് 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് കാണണം. അപ്പൊ നമുക്കറിയാം, ഒരു മോള് കാർബൺ ഡയോക്സൈഡ് STP-യിൽ 22.4 ലിറ്റർ ആണ്. ഒരു മോള് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ മോളിക്കുലർ മാസ് 44 ആയതുകൊണ്ട് ഒരു മോള് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 44 ഗ്രാം ആണ്. അപ്പൊ 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് എന്ന് പറയുന്നത് 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 5 മോളാണ്. അപ്പൊ 5 മോള് കാർബൺ ഡയോക്സൈഡിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു മോൾ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് 44 ആണ്. സോ 5 × 44 ദാറ്റ് ഈസ് 220 ഗ്രാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആർ പ്രസന്റ്? അപ്പോൾ ഇങ്ങനെ 220 ഗ്രാം മാസ് ഉള്ള കാർബൺ ഡയോക്സൈഡിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്, അതുകൊണ്ട് ഇവിടെ മോളിക്യൂൾസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് പറയാം, ദാറ്റ് ഈസ് 222 ഗ്രാം എന്ന് പറയുന്നത് 5 മോൾസ് ആണ്. ഒരു മോള് 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. 5 മോൾ കാർബൺ ഡയോക്സൈഡിൽ 5 × 6.022 × 10⁻23 മോളിക്യൂൾസ് കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്യൂൾസ് ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റൺസ് സൈനിങ് ഔട്ട്.